ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി കോണാണ് കേട്ടോ. നോമ്പിനൊക്കെ നമുക്ക് വളരെ അടിപൊളിയായിട്ട് ടേബിളിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇനി ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 സവാള നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വേണ്ടത് ചിക്കൻ പീസാണ്. അത് നമ്മളിവിടെ എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചിട്ടെടുത്തതാണ്. ചെറിയ പീസായി കിട്ടാനായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സവാള നന്നായി വഴന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ണിയെല്ലാം ഉടഞ്ഞിട്ട് പോവും. ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് സേമിയാണ് കേട്ടോ. അത് നമ്മൾ വറുത്തിട്ടുള്ള സേമിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വറുത്തിട്ടെടുത്താലും മതി. സേമിയാണ് കേട്ടോ ഇതിലേക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് നല്ലത്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ റൊമാ റൊട്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ചപ്പാത്തി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ടെടുക്കാം. ഇനി ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതുപോലെ നടുവിലായിട്ടൊന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ കോണായിട്ട് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ സമോസയ്ക്ക് ഗം ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു കോണ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഈ കോണുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേൽഭാഗം വരെ നമ്മൾ ഇട്ടിട്ട് കൊടുക്കുക. നല്ല ഫിറ്റായിട്ട് തന്നെ ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇനി മൈദയിലെ ബാറ്ററിലൊന്ന് മുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ മൈദയുടെ ബാറ്റർ മുക്കുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടാകും കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടെടുക്കാം. മുളക് പൊടിയും ഉപ്പും വെച്ചിട്ട് മൈദയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്ന് ആദ്യം മുക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ സൈഡ് ഭാഗത്ത് മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഒരുപാട് സമയം നമ്മൾ വേവിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ എല്ലാം വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ടേബിളിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.